ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ റമദാനിൽ നിന്നുള്ള മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ ദിൽനമോളെ സ്കൂളിലേക്ക് ആക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ. അവളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അയൺ ചെയ്യലിപ്പോൾ രാവിലെയാണ്. കാരണം നമുക്കിപ്പോൾ രാവിലെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ അവളെ ഒരുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഓളെ മുഖത്ത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു സന്തോഷം പോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ദേഷ്യപ്പെട്ടിട്ടുള്ള മുഖം കൂടിയും കാണും കേട്ടോ. അപ്പം ഇന്ന് അവൾക്ക് ക്ലാസ്സിൽ പോകാൻ കുറച്ച് മടിയുണ്ട് കേട്ടോ. അവളുടെ കയ്യിനൊരു അലർജീൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ അവൾ ഒരുക്കുന്നതിന് ഇടയിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ കൈമിലുള്ള ഓരോ അങ്ങനെയാണ് ഇങ്ങനെയുണ്ടെന്നൊക്കെ ഓരോന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ നമുക്ക് വൈകുന്നേരം പോകാമെന്നൊന്നും പറഞ്ഞിട്ട് സമ്മതിക്കണില്ല. അപ്പോൾ ഓൾക്ക് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ക്ലാസ് ആകെ 2:30 വരെയുള്ളൂ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്ന് സെറ്റാക്കി. ഇതാ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിഞ്ഞ് ദേഷ്യത്തിൻ്റെ മുഖം കാണാം. അങ്ങനെ ഏതായാലും ഓള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുക്കി. ഇതാ ഇനിയിപ്പോൾ ഫുഡും സ്നാക്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവൾ പോയതിന് ശേഷം ഇതാ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇളയ ആൾക്കുള്ള ഫുഡ് കൊടുക്കലാണ് കേട്ടോ. അവനിപ്പോൾ ഞാൻ കഞ്ഞിയാണ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ കാലാവസ്ഥ പൊതുവെ ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ കഞ്ഞിയാണ് മെയിനായിട്ട് കൊടുക്കുക. അപ്പോൾ കഞ്ഞിയാകുമ്പോൾ വെള്ളവും വറ്റും കൂടെ അങ്ങനെ പോകുമ്പോൾ അവളുടെ വയറും നിറയുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുമ്പോഴത്തേന് കസ്റ്റാർഡ് വെച്ചിട്ട് ഒരു ഡ്രിങ്ക് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാബൂനരിയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ കട്ട്ലേറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുഴയാതെ നല്ല ഒരു റസ്കിൻ്റെ ഒരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണ്ട റെഡിയാക്കാനായിട്ട്, അടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ കസ്റ്റാർഡ് വെച്ചിട്ട് ഡ്രിങ്ക് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലാണ് ആദ്യം തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സാബൂനരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് ഒരു പാത്രത്തിൽ കലക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. കസ്റ്റാർഡ് എടുക്കുമ്പോൾ അധികം കട്ടിയില്ലാത്ത രീതിക്ക് വേണേൽ റെഡിയാക്കി എടുക്കാൻ, അപ്പോഴാണ് കുടിക്കാൻ പാകമായി കിട്ടുള്ളൂ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അത് ചൂടാറാൻ വെക്കാം. ഇനിയിപ്പോൾ അതാ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുകയാണ് കേട്ടോ. ഉള്ളി വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ചിക്കനും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മസാലകളൊക്കെ ഇട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് വേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട്, ബ്രെഡ് ക്രംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ മുട്ടയ്ക്ക് പകരം മൈദയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. മൈദയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മൈദയും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു മൂടിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മൂടിയിലേക്ക് നമ്മൾ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടൊന്നിങ്ങനെ തട്ടുമ്പോൾ തന്നെ അത് കൊഴിഞ്ഞടിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഇതൊക്കെ പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം, എന്നാലും ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അറിയാത്തവരുണ്ടാകും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഷെയർ ചെയ്യുന്നത്.
അങ്ങനെ ഇപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പൂളയാണ് കേട്ടോ. ചിക്കനും പൂളയും കൂടെ കൂട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതാ ചിക്കൻ കറിയൊക്കെ ഉപ്പയാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഞങ്ങളൊപ്പം ഉണ്ടാക്കിയതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആദ്യം ഇങ്ങനെ ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് പിന്നെ പൂള വേവിച്ച് ചേർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇന്ന് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കറി നമ്മൾ രാത്രിക്കും അതുപോലെ തന്നെ പെലച്ചക്കൊക്കെ വേണ്ടിയിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ എൻ്റെ ഇറച്ചിയും പുളി ഉണ്ടാക്കിയതൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. ചിക്കൻ കറി അതുപോലെ തന്നെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ നേരത്തെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഒരു കസ്റ്റാർഡ് ഡ്രിങ്കിലേക്ക് ഞാൻ കുറച്ച് കസ്കസും അതുപോലെ തന്നെ കുറച്ച് ആപ്പിളും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് മേശയിലേക്ക് അങ്ങോട്ട് എടുത്തു വെക്കുകയാണേ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചൂടിനൊക്കെ നല്ലൊരു വെള്ളമാണ് കേട്ടോ. ഇനിയിപ്പോൾ നോമ്പില്ലാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഈ ചൂടിന് നമ്മൾ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.